പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അവിടുത്തെ മക്കളായി ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും വലിയ കൃപയാലും അഭിഷേകത്താലും നിറയപ്പെടാനും വേണ്ടി അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ പ്രാർത്ഥനയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വലിയ കൂട്ടായ്മയില് ആരാധനയിലേക്ക് ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളോടുകൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ വലിയ കരുണയാല് ഞങ്ങളെ നിറച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും, ഇവരുടെ നിയോഗങ്ങളെയും, ഇവരുടെ മക്കളെയും അവസ്ഥകളെയും എല്ലാം അറിഞ്ഞ് കർത്താവെ അങ്ങ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുമ്പോൾ ആ അനുഗ്രഹം അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരംബലം പ്രകടമാക്കിക്കൊണ്ട് അത് അനുഭവവേദ്യമാക്കണമേ എന്ന് പ്രത്യേകമാവിന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാ മക്കളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവകൃപയില് നിറയപ്പെടാനുള്ള വലിയ ഒരു പ്രാർത്ഥനയിലാണ് നാം ഓരോരുത്തരും. പന്തക്കുസ്തായിലേക്ക് നമ്മൾ ഏറ്റവും അടുത്തൊരുങ്ങിക്കൊണ്ടിരിക്കുമ്പോ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകം, ദൈവിക ജീവന സമൃദ്ധി, ദൈവകൃപ നിറയപ്പെടാൻ വേണ്ടി നമ്മള് തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ച് അത് സ്വന്തമാക്കണം. നമ്മുടെ മക്കളിലേക്ക് അത് പകർന്നു കൊടുക്കണം. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം ജന്മപാപവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 403 ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് ജന്മപാപത്തെ കുറിച്ച്. അവിടെ ഇങ്ങനെ പറയുന്നത്, ആദ്യ മാതാപിതാക്കളുടെ പാപത്തിലൂടെ ജഡമായി പോയ മനുഷ്യന്റെ പ്രജനനത്തിലൂടെയാണ് ഉത്ഭവ പാപം പിൻതലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അതായത് നമ്മൾ ഇന്നലെ കണ്ടു, പാപത്തിലൂടെ ജഡമായിട്ട് മാറി. ആ ജഡത്തിന്റെ അവസ്ഥയിൽ നിന്ന് ജഡികാസക്തി ഉണ്ടായി. ഓരോ ദാമ്പത്യ ബന്ധം, അല്ലെങ്കിൽ നമ്മൾ ഈ ജന്മപാപത്തെ കുറിച്ചൊക്കെ പറയുമ്പോ ജന്മപാപം എന്ന് പറയുന്നത് ചെയ്ത പാപമല്ല, പിന്നെയോ കൈമാറി കിട്ടിയ പാപമാണ്. അതെന്താണ്? അതാണ് ഈ ദാമ്പത്യ ബന്ധത്തിന്റെ അവസ്ഥയിലുള്ളത്. ഒരു ഭർത്താവിന്റെയും ഒരു ഭാര്യയുടെയും ജഡികാസക്തിയോടെ പരികർമ്മം ചെയ്യപ്പെടുന്ന ദാമ്പത്യ ബന്ധം, അതിൽ നിന്നാണ് ഒരു കുഞ്ഞ് ഉരുവാകുന്നത്. എന്ന് പറഞ്ഞാൽ ജഡത്തിന്റെ അനന്തരഫലമായ ജഡികാസക്തിയുടെ അവസ്ഥയിൽ നിന്നാണ് ദാമ്പത്യ ബന്ധം നടക്കുക. അതിൽ നിന്നാണ് ഒരു കുഞ്ഞുണ്ടാവുന്നത്. അതുകൊണ്ട് ഈ ജഡത്തിന്റെ സ്വാധീനം ഉത്ഭവത്തിൽ തന്നെ ആ കൊച്ചിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാ ദാവീദ് 51 സങ്കീർത്തനം 5-ാം വചനം പറയുന്നുണ്ടല്ലോ, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയ. അപ്പൊ ആ പാപത്തിന്റെ ശക്തി ആ കൊച്ചിലുണ്ട്, നമ്മിലുണ്ട്, ഇതെല്ലാവരിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജഡമായി പോയ അവസ്ഥയിൽ നിന്ന് വന്ന ഒരു പാപത്തിന്റെ ശക്തി, അതാണ് പൗലോസ് പറഞ്ഞ, ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ്. ഞാൻ ഈ മക്കളുടെയൊക്കെ പല സ്വഭാവങ്ങളൊക്കെ കാണുമ്പോ മാതാപിതാക്കളോട് പറയാറുണ്ട്, നിങ്ങൾ പരിശോധിക്കണം, നിങ്ങളുടെ മക്കള് ഏത് അവസ്ഥയിലാണ് ജനിച്ച. ഒരു ദാമ്പത്യ ബന്ധം അത് ഇങ്ങനെയായിരിക്കണമെന്നാ പറയുക. എന്നിട്ട് ഒരുങ്ങി കുമ്പസാരിച്ച് വിശുദ്ധീകരിച്ച് ആ ദൈവ സ്നേഹത്താൽ നിറയപ്പെട്ട് വിശുദ്ധിയോടെ പരിക്രമണം ചെയ്യപ്പെടണം. അല്ലാതെ മദ്യപാനാസക്തിയില്, ജഡികാസക്തിയില്, വ്യഭിചാരാസക്തിയില്, മ്ലച്ഛമായ സിനിമകൾ കണ്ട് ജഡിക വികാരങ്ങളെ ഉണർത്തി ദാമ്പത്യ ബന്ധം പുലർത്തി അതിൽ നിന്ന് കൊച്ചുണ്ടായാൽ ആ കൊച്ചിലേക്ക് ജഡികാസക്തിയുടെ, മദ്യപാനാസക്തിയുടെ അതിശക്തി കടന്നു വരും, ജഡത്തിന്റെ സ്വാധീനം. അതാണ് റോമാ 5:14 പറഞ്ഞുണ്ടല്ലോ, ആദത്തിന്റെ പാപത്തിന് സദൃശമായ പാപം ചെയ്യാത്തവരുടെ മേൽ പോലും പാപത്തിന്റെ വേദനമായ മരണം ആധിപത്യം പുലർത്തി. ഈ ആധിപത്യം ഇന്ന് പല മക്കളിലേക്ക് കടന്നു വന്ന് അത് പല പല സ്വഭാവത്തിലേക്ക്, ദുശീലങ്ങളിലേക്ക്, തർക്കദോഷങ്ങളിലേക്ക്, അനന്തരമായ പല പല മരണത്തിന്റെ നിയമങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
മക്കളെ തന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെയൊക്കെ ഒരു കാര്യമുണ്ട് മനസ്സിലാക്കേണ്ടത്. മാതാപിതാക്കളുടെ ഉപേക്ഷയും അറിവില്ലായ്മയും ഈ ആത്മീയമായ മേഖലയില് മക്കളെ കൂടുതൽ കൂടുതൽ ജഡത്തിന്റെ ആസക്തികൾക്ക്, അടിമത്തങ്ങൾക്ക് വിധേയരാകുവാൻ ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് പരിഹാരത മക്കളെ ദൈവകൃപ, ദൈവിക ജീവൻ. അതിലൂടെ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവിക ജീവൻ, ദൈവകൃപ മാത്രമല്ല, നിറയപ്പെട്ട ജഡത്തിന്റെ ആസക്തികൾ, ജഡത്തിന്റെ ശക്തി, അടിമത്തം അത് വിട്ടുപോകണോ? നമ്മുടെ മക്കൾ ദൈവകൃപയിൽ നിറയപ്പെടണം. അതിനനുസരിച്ച് മാമോദിസ, ആദ്യ കുർബാന, കുമ്പസാരം, സ്ഥൈര്യലേപനം, അതിലൂടെയൊക്കെ ഈ ദൈവകൃപയില് നമ്മുടെ മക്കൾ നിറയപ്പെടണം. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ ദിവസങ്ങളൊക്കെ ആ നഷ്ടപ്പെട്ടു പോയ കൃപ നിങ്ങൾ പരിശോധിക്കണം. മാതാപിതാക്കൾ പരിശോധിക്കണം. നിങ്ങളുടെ മക്കളെ നിങ്ങൾ എങ്ങനെ ജന്മം കൊടുത്തു? പിന്നീട് അങ്ങോട്ട് ഇനി ഒരു ദിവസം കാണും ഉദാശകളിലൂടെ ഈ ദൈവകൃപ നിറയപ്പെട്ട്, കൃപയ്ക്ക് മേൽ കൃപയിൽ നിറയപ്പെട്ട് നമ്മളെ മക്കൾ വളരണം. മക്കളെ വളർത്തണം, വളർത്തിയെടുക്കണം. പിന്നീട് മക്കളും അതിൽ വളരണം. ഈ കൃപാ ജീവിതത്തിന്റെ അടിസ്ഥാനം കർത്താവിന്റെ ജീവനെ, കർത്താവിന്റെ ചൈതന്യത്തെ, കർത്താവിന്റെ ആത്മാവിനെ അതുപോലെ നിറച്ചെടുത്ത് വളരുക എന്നുള്ളതാണ് കൃപാജീവിതത്തിന്റെ വളർച്ച. അതിൽ വളർന്നാൽ എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ജഡത്തിന്റെ വ്യാപാരങ്ങളായ, ഇന്നലെ അച്ഛൻ പറഞ്ഞു, ജഡത്തിന്റെ വ്യാപാരങ്ങള്, അതിന്റെ സ്വാധീനങ്ങള്, അതിന്റെ സ്വഭാവങ്ങള്, അതിന്റെ വൈകൃതങ്ങള്, അതിന്റെ മ്ലേച്ഛതകള്, ഇതെല്ലാം മാറണോ? ഒറ്റ വഴിയുള്ളൂ. ഉപദേശം കൊണ്ടോ, പഠിപ്പിക്കൽ കൊണ്ടോ, വിദ്യാഭ്യാസം കൊണ്ടോ ഒന്നും മാറില്ല. അത് മാറണോ? ദൈവ കൃപയിൽ നിറയപ്പെടണം. അതുകൊണ്ട് ഈ ദിവസങ്ങളിലെ പ്രിയപ്പെട്ട മക്കളെ, മക്കൾ ദൈവകൃപയിൽ വളരാനെന്നുള്ള ഈ ശുശ്രൂഷ വളരെ ഗൗരവത്തോടു കൂടി എടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ശരിക്കും പരിശോധിക്കണം. ഇവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയ ദൈവകൃപയുണ്ട്. ഇത് വീണ്ടും തിരിച്ചു പിടിക്കണം. അത് ഒറ്റ വഴിയുള്ളൂ. അതൊക്കെ ഈ ദിവസങ്ങളിൽ പറയും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, വലിയ ഗൗരവത്തോടെ ഈ ശുശ്രൂഷ എടുത്ത് അനേകർക്ക് പങ്കുവെച്ചു കൊടുത്ത്, അനേകം മക്കൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച്, മക്കളും പ്രാർത്ഥിച്ച്, കുടുംബം മുഴുവനും പ്രാർത്ഥിച്ച്, ദൈവകൃപയിൽ മക്കൾ മാത്രമല്ല കുടുംബങ്ങളും നമ്മളും നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും, മക്കളുടെ പ്രശ്നങ്ങൾക്ക്, കുടുംബത്തിന്റെ പ്രശ്നങ്ങൾക്ക്, സാമ്പത്തിക പ്രശ്നങ്ങൾക്ക്, എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഇതിലുണ്ട്. അതുകൊണ്ട് ദിവസങ്ങളില് വലിയ പ്രാർത്ഥനയോടെ എന്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം. ജന്മപാപത്തിന്റെ മേഖല, അതുമായിട്ട് ബന്ധപ്പെട്ട കൃപ നഷ്ടപ്പെടല്, അതുമായിട്ട് ബന്ധപ്പെട്ട ജഡത്തിന്റെ വ്യാപാരങ്ങള്, മരണത്തിന്റെ നിയമങ്ങള്, ഇതെല്ലാം വിട്ടുമാറണം. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് പ്രത്യേകം പരിശോധിക്കും. എന്റെ കുഞ്ഞിന് എങ്ങനെ ജന്മം കൊടുത്തു, ഞാൻ എങ്ങനെ ജനിക്കാനിടയായി, എന്റെ കുടുംബ പശ്ചാത്തലം, എന്റെ മാതാപിതാക്കൾ, അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, ഇതൊക്കെ നമ്മൾ ഇന്ന് മാറും. ദിവസങ്ങളൊക്കെ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ധ്യാനിക്കും. നമുക്ക് പ്രത്യേകമായിട്ട് ജഡമായി പോയ ജന്മപാപത്തിന്റെ സ്വാധീന ശക്തികളുടെ മേൽ കർത്താവിന്റെ കരുണയും കൃപയും ജീവനും നിറയപ്പെടാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെ ഈ ഒരു മേഖലയില് ദിവ്യകാല സന്നദ്ധിയില് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒരു കാര്യം ഓർക്കണം, ഈശോ വന്നത് ഈ കൃപ തരാനാ, ഈശോ വന്നത് ഈ ജീവൻ തരാനാ. അത് സ്വന്തമാക്കേണ്ട പോലെ, നേടിയെടുക്കേണ്ട പോലെ നേടിയെടുക്കാൻ നമുക്കിടയാകട്ടെ. വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. ദിവ്യകാരുണ്യ സന്നദ്ധിയില് എല്ലാം നിറച്ചു തരാൻ, എല്ലാം തിരിച്ചു തരാൻ, ആ ജീവന സമൃദ്ധിയിൽ നിറയ്ക്കാൻ ഈശോ നമ്മുടെ കൂടെയുണ്ട്. ദിവ്യകാരുണ്യമായി ആ കരുണയിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, മക്കളെ സമർപ്പിക്കാം. ദൈവം നമ്മെയും നമ്മുടെ മക്കളെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേ ജീവൻ നൽകാൻ വേണ്ടി വന്ന കർത്താവാണ്. ആ ജീവന്റെ സമൃദ്ധിയിലേക്ക് ഞങ്ങളെ ആനയിക്കുവാൻ വേണ്ടി അങ്ങ് ജഡത്തിന്റെ മേൽ വിജയം നേടിക്കൊണ്ട് പാപത്തെ, മരണത്തെയൊക്കെ അങ്ങ് പരാജയപ്പെടുത്തി ദിവ്യകാരുണ്യമായി ജീവൻ നൽകുന്ന അല്പമായിട്ട് ഞങ്ങളുടെ കൂടെ വസിച്ചുകൊണ്ട് അങ്ങയുടെ വലിയ കരുണയാലും ജീവന സമൃദ്ധിയാലും ഞങ്ങൾ നിറയ്ക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ജന്മപാപത്തിന്റെ വലിയ അവസ്ഥ ഞങ്ങൾ മനസ്സിലാക്കുന്നു.
ജഡത്തിന്റെ ആസക്തിയിൽ നിന്ന് കർത്താവെ ജന്മപാപത്തിന്റെ ശക്തി കടന്നു വരുമ്പോ ആ അവസ്ഥയില് കർത്താവെ ഞങ്ങളുടെ മക്കൾക്കുണ്ടായ ഒത്തിരി കുറവുകള്, ജീവൻ നഷ്ടപ്പെട്ടു പോയ, കൃപ നഷ്ടപ്പെട്ടു പോയ അവസ്ഥകള് ഈശോയെ എല്ലാം അങ്ങേ തിരുമുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വലിയ കരുണയാൽ, ജീവന സമൃദ്ധിയാൽ, ഉത്ഭവത്തിൽ തന്നെ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കുമേറ്റ എല്ലാ ക്ഷതങ്ങളും, ആ പാപാവസ്ഥയും കർത്താവെ നന്മ ഇച്ഛിക്കുന്ന അവസ്ഥയിൽ നിന്ന് ജഡമായി പോയ അവസ്ഥയിലേക്ക്, വീണുപോയ അടിസ്ഥാനമായ അവസ്ഥകളിലേക്ക് ഈശോയെ അങ്ങയുടെ കൃപയാലും ജീവന സമൃദ്ധിയാലും ഞങ്ങളുടെ മക്കളെ നിറയ്ക്കണമേ. കർത്താവെ കുടുംബത്തില് വന്നുപോയ, ലഭിക്കാതെ പോയ കൃപകള്, വിശുദ്ധി, ചൈതന്യം എല്ലാം തിരിച്ചു നൽകിക്കൊണ്ട് കർത്താവെ അങ്ങയുടെ കരുണയാൽ, ജീവന സമൃദ്ധിയാൽ ഞങ്ങളുടെ മക്കളെ സുഖപ്പെടുത്തണമേ. ലഭിക്കാതെ പോയ കൃപ, ലഭിക്കാതെ പോയ ദൈവിക ചൈതന്യം, അതോടൊപ്പം തന്നെ കടന്നു വന്ന മദ്യപാനത്തിന്റെ, ജഡികാസക്തിയുടെ, സ്നേഹരാഹിത്യത്തിന്റെ, അശുദ്ധിയുടെ ശക്തികൾ എല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് പുതിയ അഭിഷേകത്തില്, പുതിയ കൃപയില് ഞങ്ങളുടെ മക്കളെ നിറച്ചനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജന്മപാപത്തിന്റെ എല്ലാ സ്വാധീന ശക്തികളെയും നിർവീര്യമാക്കിക്കൊണ്ട് കർത്താവെ അങ്ങയുടെ കുരിശുമരണ ശക്തിയാൽ, ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ ഞങ്ങളുടെ മക്കളെ അവിടുന്ന് വിടിവിക്കണമേ. അതിലൂടെ കടന്നു വന്ന പാപശക്തികൾ, ദുശീലങ്ങൾ, തർക്കദോഷങ്ങൾ, മറ്റെല്ലാ വൈകൃതങ്ങളും വൈകല്യങ്ങളും എടുത്തു മാറ്റിക്കൊണ്ട് ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ. ജീവന സമൃദ്ധിയാൽ നിറയ്ക്കണമേ. അങ്ങയുടെ ചൈതന്യത്താൽ നിറയ്ക്കണമേ. അങ്ങയുടെ പ്രകാശത്താൽ നിറയ്ക്കണമേ. പുതിയ അഭിഷേകത്താല് ഞങ്ങളുടെ മക്കളെ സൗഖ്യപ്പെടുത്തണമേ. വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ജന്മപാപത്തിന്റെ എല്ലാ സ്വാധീനത്തിൽ നിന്നും ശക്തിയിൽ നിന്നും മോചിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനായിട്ട് ഇന്ന് ഈ ആശീർവാദം നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ ദൈവകൃപയാൽ, ദൈവിക ജീവനാൽ കർത്താവേ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് തീഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ പ്രാർത്ഥിച്ച് സമർപ്പിച്ച് ഈശ്വരാശീർവാദം നമുക്ക് സ്വീകരിക്കാം. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ ഈശോയേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ജന്മപാപത്തിന്റെ എല്ലാ സ്വാധീന ശക്തികളിൽ നിന്ന് മോചനം നൽകി അതിൽ നിന്നൊക്കെ വീണ്ടെടുത്ത് അങ്ങയുടെ കൃപയാൽ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, സൗഖ്യപ്പെടുത്തണമേ, ജീവനുള്ളവരാക്കി തീർക്കണമേ.